ഒരു ലഞ്ച് പെട്ടെന്ന് റെഡിയാക്കാം. ഓൾറെഡി ഞാൻ ചോറ് വെച്ചു. ഞാൻ ഒരു മെഴുക്കുരട്ടി ഉണ്ടാക്കുക. ബീട്രൂട്ട് ഒരു പിടി ബീട്രൂട്ടേ ഉള്ളൂ. സാലഡിന് മാറ്റി വെച്ചിട്ട് ബാക്കി കുറച്ച് മെഴുക്കുരട്ടി ഉണ്ടാക്കാം. അതിൻ്റെ കൂടെ ഞാൻ മൈക്രോ ഗ്രീനും കൂടെ ചേർക്കുന്നുണ്ട്. നോക്കാം. ഇല്ല, ഞാൻ മെഴുക്കുരട്ടി കട്ട് ചെയ്യുന്ന പോലെ എടുത്തതാണ്. ഞാൻ വിചാരിച്ചു കുറച്ച് തേങ്ങയും കൂടി ഇടാമെന്ന്. അപ്പം എങ്ങനെ കട്ട് ചെയ്യൽ എന്താ അല്ലേ? സോ യൂഷ്വലി തോരന് ചെറുതായിട്ടല്ലേ കട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ ഞാൻ തേങ്ങ ഇട്ട് നോക്കട്ടെ. ചൂടായിട്ടുണ്ട്. കടുകിട്ട് കൊടുത്തു. മുളകിട്ട് കൊടുക്കാം. കറിവേപ്പില ഇടും. നമ്മളുടെ ഈ ഇല ഇപ്പം ഇടത്തില്ല. അതൊരു എന്താ പറയുക, ഇതൊന്ന് ആകാറാകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇട്ടാൽ മതി. മെഴുക്കുരട്ടി ഉണ്ടാക്കിയൊന്നുമായിരുന്നു അല്ലേ? ഇതൊരു ട്രയലാണ്. ഓക്കെ, ഇനി മേലോട്ട് കുറച്ച് തേങ്ങ ഇടുന്നു. കുറച്ചിട്ടാൽ മതി. മൂടി വയ്ക്കാം. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കുന്നു, ഇളക്കുന്നു. നമ്മുടെ മൈക്രോ ഗ്രീൻ ഇടുന്നു, റെഡിയാവുന്നു. ഇതിപ്പോൾ 5 മിനിറ്റ്സ് ആയി. ഒന്ന് തുറക്കുക. ഏകദേശം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാനിത് സിമ്മിലായിരുന്നു ഇട്ടത്. മക്കളെ, നമ്മളൊരു കാര്യം ഇട്ടില്ല, ഉപ്പ് മറന്നു പോയി. കുറച്ച് ഉപ്പ്, കുറച്ച് എരിവ് കൂടിപ്പോയി. എനിക്ക് പുതിയതായിട്ട് വാങ്ങിച്ച മുളകാണ്. എൻ്റെ എരിവ് പിടികിട്ടുന്നില്ല. നല്ല ഹോട്ട് ചില്ലിയാണ്. പിന്നെ ഞാൻ കുറച്ച് എണ്ണ ഉപയോഗിച്ചുള്ളൂ. ഇനി ഞാൻ എണ്ണ ഇടുന്നില്ല, ഇത് മതി. ഇനി ഇലയും കൂടെ മൈക്രോ ഗ്രീനും കൂടെ ഇടുക. മൈക്രോ ഗ്രീൻ ഞാൻ കട്ടൊന്നും ചെയ്തില്ല കേട്ടോ. നമ്മൾ അങ്ങനെ ഹാർവെസ്റ്റ് ചെയ്തത് ഡ്രൈ ആയിട്ട് തന്നെ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു, ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ. എന്നിട്ട് ഉപയോഗിക്കാനായിട്ട് വാഷ് ചെയ്തെടുക്കുന്നു. ഇതൊക്കെ എൻ്റെ ഒരു സ്റ്റൈലാണ്. തോരൻ വെക്കുന്നവരൊക്കെ തോരൻ വെക്കുന്നവരുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരുപാട് കഴിക്കുന്ന കൊള്ളില്ല. ഫുള്ളൊരു വലിയ തോരനായിട്ടൊന്നും വെച്ച് കഴിക്കില്ലെന്ന് തോന്നുന്നു. ഇതിപ്പോൾ ഒരു 20 gram പോലും ഇല്ല. സോ വി മേക്ക് ഷുവർ ദാറ്റ് വി ഡോണ്ട് ഈറ്റ് ടു മച്ച് ഓഫ് മൈക്രോ ഗ്രീൻസ്. ഒരു മിനിമം ലെവലിൽ. കാരണം ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി ആ ചെറിയ ചൂടിൽ തന്നെ.
അത്രേ ഉള്ളൂ. നമ്മുടെ ലഞ്ച് റെഡിയാണ്. ലഞ്ചിനുള്ള കറി നോക്കിയത് 10 മിനിറ്റ് എടുത്തുള്ളൂ. ഇത് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് കേട്ടോ. വെജിറ്റബിൾസ് എല്ലാം നേരത്തെ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഓക്കെ. നമ്മൾ ഇതിനകത്ത് ഉള്ളി ഇട്ടിട്ടില്ല. ഉള്ളിയുടെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒരു ചെറിയ ടേസ്റ്റ് വ്യത്യാസത്തിന് വേണ്ടി മാത്രം. അപ്പോൾ ഏറ്റവും മിനിമലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് കുറച്ച് ടേസ്റ്റി ആയിട്ടുള്ളത് കഴിക്കുന്നു. ആക്ച്വലി റെഡിയായി. ആക്ച്വലി 10 മിനിറ്റ്സ് എടുത്തിട്ടുള്ളൂ. ഞാൻ ഇത് ഒരുപാട് ആക്കാത്തത് എനിക്കൊന്നു ഞങ്ങൾ ബീട്രൂട്ടൊക്കെ സാലഡായിട്ട് കഴിക്കുന്നുണ്ട്. സോ വി ആർ ഓക്കെ. ബീട്രൂട്ട് ഡയറക്റ്റായിട്ട് കഴിക്കുന്നത്. സോ അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് അതിനെ ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് റെഡിയായി. നമ്മുടെ സ്റ്റവ് ഓഫ് ചെയ്യാം. സോ 10 മിനിറ്റ്സിൽ റെഡിയായി ഇത്. നല്ല കളറല്ലേ? കഴിക്കാം. എനിക്കെന്താ ജിഫ് ഇടാൻ പറ്റാത്ത? എന്താ ജിഫ് ഇടാൻ പറ്റാത്ത വെച്ച്? അച്ചാറാണോ? അച്ഛൻ്റെ അച്ചാറ് വേണ്ട. What nonsense? No. വേണ്ട. എന്താണത്? What is all this? So that's beetroot. And microgreen. എനിക്ക് അത്രയും വേണ്ടായിരുന്നു. എൻ്റെ ഫോണിൻ്റെ അകത്ത് തീർക്കും 2 ദിവസത്തിലേക്ക്. നൈസായിട്ട് ചാറിൻ്റെ മൊത്തം കഷ്ണമുള്ള ചാറില്ല. ബിക്കോസ് ഇന്നലെ കപ്പയ്ക്കൊക്കെ ഫുൾ ചാറെടുത്ത് കഴിച്ചു. ഞാൻ കപ്പയ്ക്ക് ഞാൻ ചിക്കൻ കറി എന്നിട്ടും ചാറ് ബാക്കി വെച്ച് ഇവിടെ ചിലവര് നമ്മുടെ എന്ത് കളർഫുൾ ആളെ. വളരെ